സാർ, നമസ്കാരം. വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നിമിഷം പോലും ഫ്രീ ഇല്ലാത്തൊരവസ്ഥ. കാരണം 2025 എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നൊരു കാലമാണ്. നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. കാരണം ക്രിപ്റ്റോ കറൻസി മേഖലയിൽ തന്നെ അതായത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡീസെൻട്രലൈസ്ഡ് മേഖലയിൽ ഡാവോ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തത് വെറും 250 പ്രൊജക്റ്റുകൾ മാത്രമാണ്. 25,000-ലധികം പ്രൊജക്റ്റുകൾ നിലവിലുണ്ട്. ആ ഒരു 250 എണ്ണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് പേൾ വെയിൻ ഇന്റർനാഷണൽ. അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകത്തിൽ ആദ്യമായി ബേണിംഗ് പ്രോസസ്സിൽ ഇതിൽ നമ്മുടെ പാർട്ട്നേഴ്സ് പങ്കെടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 100 ദിവസത്തിനുള്ളിൽ ട്രേഡിംഗ് പെയറിലേക്ക് നമ്മുടെ PVC മെറ്റ NFT ടോക്കൺ പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ 2025 ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ, സോഷ്യൽ മീഡിയ, മൊബൈൽ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഗെയിമിങ്, അതുപോലെ തന്നെ ഇ-കോമേഴ്സ്, ഇതും വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഫിൻടെക് കമ്പനിയായി നമ്മുടെ മെറ്റ ആർമി മാറാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇനി ഭാവിയിൽ അല്പകാലം കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലുള്ള നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് മെറ്റ ആർമിയിലേക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരു വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുക. ഒരു 4,300 രൂപ ഉപയോഗിച്ച് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങളെ പഠിച്ചേ പറ്റൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ ഈ 6 പ്രൊജക്ടിന്റെ ഒരു പാർട്ണറായി മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു 1000 PVC മെറ്റ NFT ടോക്കൺ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പാർട്ണർഷിപ്പിലേക്ക് കടന്നു വരിക. അങ്ങനെ ഒരു ചെറിയ പ്രോസസ്സ് ചെയ്താൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് 1000 ദിവസം കൊണ്ട്, അതായത് 33 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ഇരട്ടി റിട്ടേൺ ലഭിക്കുകയാണ്. 0.20 എന്ന് പറയുന്ന രീതിയിൽ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? നിങ്ങൾക്ക് റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാം. റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തിയറിയാണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഡയറക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് 20% റഫറൽ വരുമാനം ലഭിക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 20%. അതായത് 1,00,000 രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് 0.20 വെച്ച് ഡെയിലി ലഭിക്കും. അതായത് 200 രൂപ. അദ്ദേഹത്തിന് ഒരു മാസം 200 × 30 6,000 രൂപയാണ് ലഭിക്കുക. 6,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അതിന്റെ 20% നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതാണ് റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിക്കല്ല, 20 പേർക്ക് ലഭിക്കുന്നു. 20%, 19%, 18%, അങ്ങനെ. ആ ഒരു റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത് 2020 മെട്രിക്സിൽ ആണ് ഈ ഒരു ബിസിനസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ലെവലിലും നിങ്ങൾക്ക് നടക്കുന്ന ബിസിനസിന്റെ വരുമാനം ലഭിക്കാൻ നിങ്ങൾ ഓരോ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുക. ഉദാഹരണമായി ആദ്യത്തെ ലെവലിൽ 20 പേർ, രണ്ടാമത്തെ ലെവലിൽ 400 പേർ. ആദ്യത്തെ ലെവലിൽ നിന്നും 20% നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ റെഫറൽ ചെയ്യുക. രണ്ടാമത്തെ ലെവലിൽ നിന്നും 400 പേരുടെ വരുമാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അതായത് 19% ലഭിക്കണമെങ്കിൽ നിങ്ങൾ 2 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യുക. ഇങ്ങനെ വളരെ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു തിയറിയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലെ റെഫറൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം. നമ്മുടെ ചില ആളുകൾക്ക് റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അവരുടെ കയ്യിലുള്ള പണത്തെ വർദ്ധിപ്പിക്കുവാനുള്ള സൊല്യൂഷനാണ് സിസ്റ്റം തരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. എന്താണ് കോമ്പൗണ്ടിങ്? കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് വളരെ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ
വീണ്ടും നിങ്ങൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉദാഹരണമായി 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു 0.20 വെച്ച് 1000 രൂപയാണ് ലഭിക്കുക. അതായത് 1000 × 30 ദിവസം 30,000 രൂപ. ഓക്കെ, നിങ്ങൾ ഈ 30,000 രൂപ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ക്യാപിറ്റലായ 5 ലക്ഷം രൂപയുടെ കൂടെ ഓരോ മാസവും ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ സ്വാഭാവികമായും ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ റിട്ടേണും അതിനനുസരിച്ച് മാറും എന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് 25 ലക്ഷം രൂപയിലധികം വളരുന്നതിന് ഈ 1000 ദിവസം മതിയാകും. 25 ലക്ഷം രൂപയല്ല, അതിൽ കൂടുതൽ വളരും. കാരണം ഇവിടെ നമുക്ക് ഒരു മാസം 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഒക്കെ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം നമ്മുടെ ബിസിനസ് ആരംഭിക്കുന്നത് 100 USDT-യിലാണ്. നമുക്ക് 100 USDT റിട്ടേൺ വരുമ്പോൾ അപ്പോൾ തന്നെ കോമ്പൗണ്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പണത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താനുള്ള ഒരവസരമാണ് സിസ്റ്റം നമുക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ നൽകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫറാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് കരുതുക. അന്ന് തന്നെ നിങ്ങളുടെ റെഫറൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് 2 പേരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ഈ 3 പേരും, അതായത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ താഴെ വന്ന 2 സബ് അക്കൗണ്ട് നമ്പറിലും ഒരേ തുക തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു 0.7 കൂടി സിസ്റ്റം അധികം നൽകുകയാണ്. അതായത് സാധാരണ 0.20 1000 ദിവസം കൊണ്ട് നേരെ ഇരട്ടിയാവും. ഇവിടെ എന്ത് സംഭവിക്കുന്നു? 0.7 കൂടി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ 0.90 നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നു. ആ ഒരു തുക 5 ലക്ഷമാണെങ്കിൽ 222 ദിവസം കൊണ്ട് അത് 10 ലക്ഷം രൂപയായി മാറുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സബ് ID താഴെയുള്ള 2 IDയിൽ നിന്നും 20% റഫറൽ കമ്മീഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ 7 മാസം കൊണ്ട് നിങ്ങളുടെ 2 സബ് IDയിൽ വരുന്ന തുക, അതായത് ഏകദേശം 21,000 42,000 രൂപ ഒക്കെ ചേർന്ന് നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയുടെ ഏർലി ബേർഡ് ഓഫർ ചെയ്തു കഴിഞ്ഞാൽ 7 മാസം കൊണ്ട് നിങ്ങൾക്ക് 15 ലക്ഷം രൂപയിലധികം ലഭിക്കുന്നു. അതുപോലെ തന്നെ നേരെ താഴെ നിങ്ങളുടെ ID തന്നെയാണെങ്കിൽ സബ് IDയിൽ അവിടെ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം സർ? നമുക്ക് ഇവിടെ കോമ്പൗണ്ടിങ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 4 പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 ID നമുക്ക് 7 മാസം കൊണ്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. ഇവിടെയും എന്താണ്? നമ്മുടെ കയ്യിലുള്ള പണത്തിനെ എത്രമാത്രം വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം ലോകത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ സർ? പിന്നെ എന്തിനാണ് സർ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ ഏതുമായിക്കൊള്ളട്ടെ, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ ഇത്രയും കാലം നിങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആ ഒരു തൊഴിൽ കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് 100% സത്യമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാനുള്ള സമയം കണ്ടെത്തുക. അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഇവിടെ ഒട്ടനവധി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, മീറ്റിങ്ങുകളായും യൂട്യൂബ് വീഡിയോസായും ഒക്കെ. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മാറാൻ ഉള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ തലമുറയെ തന്നെ രക്ഷപ്പെടുത്തും എന്നതിൽ 100% ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. പിന്നെ കടം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. എന്ത് വേണം? നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുക. അതിൻ്റെ കൂടെ ഏറ്റവും നിലനിൽക്കുന്ന ലോകത്തിലെ നമ്പർ 1 സിസ്റ്റമായ പേൾ വൈൻ ഇന്റർനാഷണൽ നിങ്ങൾ നെഞ്ചോടെ ചേർക്കുക. നിങ്ങൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജായോ അല്ലെങ്കിൽ ഒരു കോളായോ എന്നിലേക്ക് വരിക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്, പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഓക്കെ, വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. തീർച്ചയായും നിങ്ങൾ കേൾക്കും, മനസ്സിലാക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.